കേരള രാഷ്ട്രീയത്തിൽ, പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ഒട്ടനവധി നേതാക്കന്മാർ, ചിലരൊക്കെ വിസ്മൃതിയിലാണ്ട് പോയിട്ടുണ്ട്. ചില ആളുകളൊക്കെ സജീവമായി രാഷ്ട്രീയത്തിൽ നിന്ന് ഇപ്പോൾ സജീവമായ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട്. എങ്കിലും കേരള രാഷ്ട്രീയത്തിൽ ഒരുപാട് വലിയ ചലനങ്ങൾ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ സൃഷ്ടിച്ചിട്ടുള്ള ഒട്ടനവധി നേതാക്കന്മാരുണ്ട്. പുതിയ കാലത്ത് പുതിയ തലമുറ പലർക്കും അവരെക്കുറിച്ചൊന്നും കാര്യമായിട്ട് അറിയാമോ എന്ന് എനിക്ക് സംശയമുണ്ട്. പ്രത്യേകിച്ച് ഈ സോഷ്യൽ മീഡിയയുടെയൊക്കെ കാലഘട്ടത്തിൽ അവരൊക്കെ പല നേതാക്കന്മാരെക്കുറിച്ചുമൊക്കെ പലരുടെയും കമൻറ്റുകളൊക്കെ വരുമ്പോൾ അവരെക്കുറിച്ചൊക്കെ എന്തൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഇവരൊക്കെ ഇത്തരം കമൻറ്റുകൾ അടിക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു ഓർമ്മയിൽ ഒരു 75 മുതൽ അല്ലെങ്കിൽ 70 മുതൽ ഉള്ള കേരള രാഷ്ട്രീയത്തിലെ, കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ എനിക്കടുത്തറിയാവുന്ന, ഞാൻ നേരിൽ കണ്ടിട്ടുള്ളതും അനുഭവിച്ചറിഞ്ഞതും കണ്ടു മനസ്സിലാക്കിയിട്ടുള്ളതും വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതുമായ ഒരുപാട് കാര്യങ്ങൾ ഓരോരുത്തരെക്കുറിച്ചും പറയാൻ എനിക്കുണ്ട്. അത് ഇവിടെ നിങ്ങളോടൊന്ന് പങ്കുവയ്ക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ആദ്യമായിട്ട് ശ്രീ AK ആൻ്റണിയിൽ നിന്ന് ആരംഭിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. AK ആൻ്റണി ഇന്ന് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും അല്പമൊന്ന് മാറി, എന്നാലും ഇന്നും സജീവമായ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്. എങ്കിലും ഒരുപക്ഷെ അദ്ദേഹം ഒരു പരിധിവരെ പ്രായാധിക്യം കൂടി ഉള്ളതുകൊണ്ട് സജീവമായ മറ്റു കാര്യങ്ങളിലൊന്നും ഇടപെടാറില്ല. പക്ഷേ ഇന്നും കോൺഗ്രസ് പ്രവർത്തകരുമായി നല്ല ബന്ധം പുലർത്തുകയും നിരന്തരമായി അവരോടൊക്കെ സംസാരിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇന്നും ഒരു നിറസാന്നിധ്യമായി നിൽക്കുന്ന ആളാണ്. എങ്കിലും അദ്ദേഹത്തെക്കുറിച്ച് എൻ്റെയൊക്കെ ഒരു ഓർമ്മ എന്ന് വെച്ചാൽ, എൻ്റെയൊക്കെ കൊച്ചുനാളിൽ ഞാനൊക്കെ എത്രമാത്രം അദ്ദേഹത്തെ ആരാധിച്ചിരുന്നു എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. കാരണം അന്ന് അദ്ദേഹത്തോടൊന്ന് സംസാരിക്കാൻ, അദ്ദേഹത്തെ ഒന്ന് കാണാൻ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ എൻ്റെ തലമുറ ഒരുപാട് കൊതിച്ചിരുന്നിട്ടുണ്ട്. അതൊന്നും ഇപ്പോഴത്തെ തലമുറയ്ക്ക് പറഞ്ഞാൽ എത്രമാത്രം മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല. AK ആൻ്റണിക്ക് കേരളത്തിലുണ്ടായിരുന്ന സ്വീകാര്യത എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ ഏറ്റവും നല്ലത് 32 വയസ്സിൽ അദ്ദേഹം KPCCയുടെ പ്രസിഡൻ്റായി. ഇന്നത്തെ KPCCയേക്കാളൊക്കെ വളരെ ശക്തമായ നല്ല സംഘടനാ ശക്തിയുള്ളൊരു സംവിധാനമാണെന്ന്. ആ KPCCയുടെ പ്രസിഡൻ്റായി 32ാമത്തെ വയസ്സിൽ, ഇന്നിവിടെ KSUക്കാരുടെ പ്രായമാണ്, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസ്സുകാർ ഒക്കെ ഏതെങ്കിലും ഒരു ജില്ലാ ഭാരവാഹിയാകാൻ ഇവിടെ സഹസ്രകോടി പയറ്റിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രായമാണ്. അങ്ങനെയുള്ള ഒരു പ്രായത്തിൽ 32ാമത്തെ വയസ്സിൽ KPCCയുടെ പ്രസിഡൻ്റായി. അതുപോലെ അദ്ദേഹം 36ാമത്തെ വയസ്സിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി. അപ്പോൾ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത് അത്രമാത്രം ജനമനസ്സുകളെ സ്വാധീനിച്ച ഒരു വ്യക്തിയായതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനലബ്ധിയൊക്കെ കേരളം 2 കൈ നീട്ടി സ്വീകരിച്ചത്. അതല്ലാത്തൊരാൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആരും സ്വീകരിക്കത്തില്ല. ശ്രീ ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം കേരളത്തിന് എന്ത് സംഭാവന ചെയ്തു എന്ന് ചോദിച്ചാൽ എനിക്ക് ഒറ്റ വാക്കിൽ പറയാൻ കഴിയുന്നത്, അദ്ദേഹം ഒരു തലമുറയെ സെക്കുലറായി രൂപാന്തരപ്പെടുത്തുന്നതിൽ മുഖ്യ പങ്കു വഹിച്ചു എന്ന് എനിക്ക് പറയാൻ കഴിയും. കാരണം AK ആൻ്റണിയുടെ യൂത്ത് കോൺഗ്രസിലും അദ്ദേഹം കോൺഗ്രസിലുമൊക്കെ അതിൻ്റെ നേതൃത്വത്തിലിരുന്ന 70കളിൽ കേരളത്തിലെ ഒരു വലിയ, പ്രത്യേകിച്ച് ചെറുപ്പക്കാരുടെ ഒരു വലിയ വിഭാഗത്തെ വളരെയധികം ആഴത്തിൽ സ്വാധീനിച്ച ആളാണ്. അന്ന് എല്ലാ സമുദായ ശക്തികൾക്കുമെതിരെ അതിശക്തമായ നിലപാടുകൾ സ്വീകരിക്കുകയും അവരുടെ ഒന്നും മുമ്പിൽ ഓച്ചാനിച്ച് നിൽക്കാതെ തൻ്റെ കാര്യങ്ങൾ പറഞ്ഞ് പുതിയ തലമുറയെ ആകർഷിക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അദ്ദേഹത്തിൻ്റെ അന്നത്തെ യൂത്ത് കോൺഗ്രസ് KSU മൂവ്മെൻറ്റ്, ആ മൂവ്മെൻറ്റ് തുടങ്ങുന്നതിന് മുമ്പ് കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വളരെ ശക്തമായിരുന്നു. കമ്മ്യൂണിസത്തിലേക്ക് ആളുകൾ ഇങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അന്ന് നമ്മുടെ ഇവിടെയുള്ള വലിയ പെട്ടെന്ന് പടർന്നു പിടിക്കുന്നൊരു കാടുണ്ടായിരുന്നു. അപ്പോൾ ആ കാടിന് പോലും എല്ലാവരും കമ്മ്യൂണിസ്റ്റ് പച്ച എന്ന് വിളിക്കുന്നത്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളരുന്നത് പോലെ സ്പീഡിൽ അവർ ആ പച്ച നാട്ടിലൊരു കാട് വളർന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ്. അപ്പോൾ അത്രമാത്രം വളർന്നുകൊണ്ടിരുന്ന ഒരു സമയത്താണ് ശ്രീ AK ആൻ്റണി, ശ്രീ MA ജോണ്, വയലാർ രവി ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരു ടീം കേരളത്തിലെ വിദ്യാർത്ഥി രംഗത്തേക്ക് കടന്നു വന്നുകൊണ്ട് പുതിയ തലമുറയിൽ ഒരു പുതിയ ചിന്തകൾ ഉണ്ടാക്കി കൊടുത്ത് അവരെയൊക്കെ സെക്കുലറാക്കി വളർത്തിയെടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത്.
അന്നത്തെ കാലത്ത് ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിലെ KSU പ്രവർത്തനം എന്ന് പറഞ്ഞാൽ അന്ന് ജാതി മത ചിന്തകൾ എന്ന് പറയുന്ന ഒന്നില്ല. ഒരാളുടെയും ജാതി മതം എന്താണെന്ന് പോലും ആരും ചോദിക്കാറില്ല. ഒരു പരിധിവരെ ആരാധനാലയത്തിൽ നമ്മൾ പോകുന്നത് പോലും എല്ലാവർക്കും പുറത്തു പറയാതെയാണ് ആളുകൾ പോയിക്കൊണ്ടിരുന്നത്. കാരണം KSU യൂത്ത് കോൺഗ്രസിലൊക്കെ നിൽക്കുമ്പം അങ്ങനെ ഒരു സെക്കുലർ രീതിയിലാണ് എല്ലാവരും നിന്നിരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവന്നിട്ടുള്ളത് ശ്രീ AK ആൻ്റണിയാണ്.